ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത ഹെയർ സ്റ്റൈലാണിത്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് കാണാം. ഈ മോളുടെ പേരാണ് സെബാമൂൺ. ഇവളുടെ ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്തത്. ഫ്രണ്ടിൽ ഞാൻ സ്ട്രെയിറ്റ് പാർട്ടീഷൻ എടുത്തു, എന്നിട്ട് ബാക്കിലൊരു പോണി കൊടുത്തിരുന്നു. ഫ്രണ്ടിൽ കുറച്ച് ഹെയർ സെപ്പറേറ്റ് ചെയ്തിട്ട് ബ്രൈഡ് ചെയ്തു. രണ്ട് സൈഡും ബ്രൈഡ് ചെയ്തു. ബ്രൈഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പുൾ ചെയ്ത് കൊടുത്തു. കാരണം സ്ട്രെയിറ്റ് ഒരുപാട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് ക്രിമ്പിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതൊന്ന് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടി പുൾ ചെയ്തിട്ട് സ്ലൈഡ് ചെയ്യുക ചെയ്തത്. ഈ കുട്ടിയെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഫേസ് കട്ടാണ്. ഫിലിം എനിക്ക് ഓർമ്മ വരുന്നില്ല, അതിലൊരു കുട്ടിയുടെ ഫേസ് പോലെ എപ്പോഴും തോന്നുന്ന നല്ലൊരു മോളാണ്. അത് കഴിഞ്ഞ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഹെയർ സ്പ്രേ ചെയ്തിട്ട് സൈഡ് പാർട്ടീഷനാണ് എടുത്തിരുന്നത്. അത് ചെറിയ സ്ലൈറ്റ് ഒരു ബാക്ക് കോമ്പ് കൊടുത്ത് അത് ബാക്ക് കോമ്പ് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, ഞാനൊന്നിങ്ങനെ നോർമലി സ്ലൈഡൊന്ന് ചെയ്തു. നോർമലി ഇങ്ങനെ രണ്ട് സൈഡും ബാക്ക് കോമ്പ് ചെയ്തിരുന്നു. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ബാക്ക് കോമ്പൊന്നും കൊടുത്തില്ല. ലൈറ്റ് ബാക്ക് കോമ്പാണ് കൊടുത്തത്. എന്നിട്ട് കുറച്ച് കേള് ചെയ്യാൻ വേണ്ടി മാത്രം ഫ്രണ്ടിലൊരു ചെറിയൊരു ഹെയർ ഇട്ടിരുന്നു. കാരണം മോളുടെ ഹെയർ നല്ല ലെങ്തി ഹെയർ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് കട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ്, മോളുടെ സമ്മതത്തോട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഈ സൈഡ് ഞാൻ ഹെയർ ചെയ്തപ്പോൾ ചെറിയൊരു ഇത് കണ്ടില്ലേ, അധികം ബാക്ക് കോമ്പ് കൊടുക്കാതെ ചെയ്തത് കൊണ്ട് തന്നെ ചെറിയൊരു ലെയർ പോലെ സ്പ്രേ ചെയ്തിട്ട് സ്ലൈഡ് ചെയ്തതിന് ശേഷമാണ് അത് ഞാൻ സ്പ്രേ ഒക്കെ ചെയ്തത്. അതിനുശേഷം ഇങ്ങനെ പതിയെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു. ഞാൻ അതിന് ഒരു ചെറിയ സ്ലൈഡും ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞപ്പോഴാണ് അത് മാറ്റിയത്. സ്പ്രേ ചെയ്തു, ചെറിയ ലെയറായിട്ട് കൊടുത്തു. കണ്ടോ, അതിങ്ങനെ പതിയെ ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോൾ ലെയർ പോലെ ഇങ്ങനെ വന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു മോൾക്ക് അങ്ങനെ ചെയ്തിട്ട്. പിന്നെ ഞാൻ ഒരു ഫ്ലവർ, അവളുടെ ഡ്രസ്സിൻ്റെ സെയിം കളറല്ല, ഒരു ലൈറ്റ് കളറ് ഫ്ലവർ ഉണ്ടായിരുന്നു, അത് സൈഡിൽ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ബാക്കിലൊരു പോണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഹെയർ എല്ലാം ഒരേ ചെറിയ ലെയർ പോലെ എടുത്തിട്ട് അത് ഞാൻ ബ്രൈഡ് പോലെ ചെയ്തിട്ട് ചുറ്റി വെക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് ഇത് കണ്ടോ, ഇതുപോലെ ചെറിയൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊരു ചെറിയ റബ്ബർ ബാൻഡ് താഴെ ഇട്ടിട്ട് ഒന്ന് ചുറ്റി ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ ചുറ്റി എടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാനൊരു ഫ്ലവറിൻ്റെ കാര്യം പറഞ്ഞില്ല, ആ ഫ്ലവറുടെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. നല്ല ലൈറ്റ് കളർ ഫ്ലവറായിരുന്നു, വലിയ ആർഭാടങ്ങളൊന്നുമില്ല, ചെറിയൊരു പൂവായിരുന്നു. അത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഒരുപാട് കാണണ വിധത്തിലല്ല, ലൈറ്റായിട്ട് കാണുള്ളൂ, അത് സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ഫ്രണ്ടിലെ മുടിയില്ലേ, അത് ചെറുതായിട്ടൊരു കേളി കൊടുക്കാമെന്ന് വിചാരിച്ചു. സ്ട്രെയിറ്റ് ഇട്ടാൽ അത്ര നന്നായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ചെറിയ ലൈറ്റ് കേള് കൊടുത്തു. പിന്നെ ഹെയറിന് ഞാൻ പറഞ്ഞില്ലേ ലെങ്ത്ത് കൂടുതലായിരുന്നു, അപ്പം മോളുടെ സമ്മതത്തോടെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു. കാരണം അത് നമ്മൾ ഈ ഫേസിന് കടന്നിങ്ങനെ കിടക്കുമ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നില്ല, അതുകൊണ്ട് ഞാനത് കേള് ചെയ്ത് കട്ട് ചെയ്തിട്ട് ടാഫ്റ്റിൻ്റെ സ്പ്രേ വെച്ച് സ്പ്രേ ചെയ്തു. ഇതാണ് ഫുള്ളായിട്ടുള്ള ഇത് കണ്ടില്ലേ, ഒരുപാട് ഇങ്ങനെ ബൺ പോലെയല്ല, ഫ്ലവർ പോലെ. ഇതാണ് ഞാൻ ചെയ്ത ഹെയർ സ്റ്റൈല്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.